എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള തേർഡ് അലോട്ട്മെൻറ്റും അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ള രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങി. വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് 26 വരെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് ഈ ഒരു ഓപ്ഷൻ കൺഫർമേഷൻ നൽകാവുന്നതാണ്. 2024 എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സിലേക്കുള്ള മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റും ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു അലോട്ട്മെൻറ്റിൽ സർക്കാർ കോസ്റ്റ് ഷെയറിംഗ് സ്വയംഭരണ സ്വകാര്യ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് പ്രവേശന പരീക്ഷാ കമ്മീഷണർ ഈ വർഷം നടത്തുന്ന അവസാനഘട്ട അലോട്ട്മെൻ്റ് ആയിരിക്കും. ഈ ഒരു ഘട്ടത്തിലെ അലോട്ട്മെൻറ്റിന് അതുപോലെ തന്നെ പ്രവേശനത്തിന് ശേഷം ഒഴിവുള്ള എഞ്ചിനീയറിംഗ് സീറ്റുകൾ സർക്കാർ കോളേജുകളിൽ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറും സർക്കാർ കോസ്റ്റ് ഷെയറിംഗ് സ്വയംഭരണ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അതത് കോളേജുകളും സർക്കാർ ഉത്തരവുകളും പ്രോസ്പെക്ടസ് വ്യവസ്ഥകളും പാലിച്ച് സ്പോട്ട് അഡ്മിഷൻ മുഖേന ഫില്ല് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്ക് പുതുതായിട്ട് ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. മൂന്നാം ഘട്ടത്തിൽ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്ക് പുതുതായിട്ട് ഓൺലൈൻ ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. പ്രവേശന പരീക്ഷാ കമ്മീഷണർ പ്രസിദ്ധീകരിച്ച എഞ്ചിനീയറിംഗ് ഫാർമസി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള അർഹരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ 22 മുതൽ 26 രാത്രി 11:59 വരെ ഓൺലൈനായിട്ട് ഓപ്ഷനുകൾ പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ആർക്കിടെക്ചർ കോഴ്സുകളിലേക്ക് ഓപ്ഷൻ കൺഫർമേഷനും അതുപോലെ തന്നെ പുനഃക്രമീകരണവും. ആർക്കിടെക്ചർ കോഴ്സിന് മുൻഘട്ടങ്ങളിലെ അലോട്ട്മെൻറ്റ് പ്രകാരം അഡ്മിഷൻ നേടിയവരുടെയും ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവരുടെയും ഓപ്ഷനുകൾ ഈ ഒരു ഘട്ടത്തിൽ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തേണ്ടതും അതുപോലെ തന്നെ ഓപ്ഷനുകൾ പുനഃക്രമീകരിക്കേണ്ടതും ആവശ്യമില്ലാത്തവ റദ്ദ് ചെയ്യേണ്ടതും ആണ്. പ്രസ്തുത സൗകര്യം വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് 26 രാത്രി 11:59 വരെയാണ് ലഭ്യമായിരിക്കുക. ഒന്നാം ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും എന്നാൽ 2024 ഓഗസ്റ്റ് 24 മുമ്പ് പ്രവേശനം നേടാതിരിക്കുകയും ചെയ്യുന്നവരുടെ ഓപ്ഷനുകൾ ഓപ്ഷൻ കൺഫർമേഷൻ പുനഃക്രമീകരണം നടത്തിയാൽ പോലും റദ്ദ് ചെയ്യപ്പെടുന്നതായിരിക്കും. 24 രാത്രി 11:59 PM വരെ ലഭിക്കുന്ന ഓപ്ഷനുകളെ അടിസ്ഥാനമാക്കിയാണ് അലോട്ട്മെൻറ്റ് 28 പ്രസിദ്ധീകരിക്കുന്നതാണ്. മുൻഘട്ടങ്ങളിലെ അലോട്ട്മെൻറ്റ് പ്രകാരം അഡ്മിഷൻ നേടിയവരെയും ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവരെയും ഈ ഒരു ഘട്ടത്തിലെ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ ഓൺലൈൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ കൺഫർമേഷൻ പുനഃക്രമീകരണം ഇവയിൽ ബാധകമായത് നിർബന്ധമായിട്ടും നടത്തേണ്ടതാണ്. മുഖ്യഘട്ടങ്ങളിൽ അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ലഭിക്കുകയും എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാതിരിക്കുകയും കൺഫർമേഷൻ പുനഃക്രമീകരണം നടത്താതിരിക്കുകയും ചെയ്യുന്നവരുടെ മുൻ അലോട്ട്മെൻറ്റ് പ്രകാരം പ്രവേശനം നേടിയിട്ടുണ്ടെങ്കിൽ അത് നിലനിൽക്കുന്നതായിരിക്കും. ഈ ഒരു ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിശ്ചിത സമയത്തിനകം അലോട്ട്മെൻറ്റ് ലഭിച്ച കോഴ്സിൽ പ്രവേശനം നേടാതിരിക്കുകയും ചെയ്യുന്നവരുടെ മുൻഘട്ടത്തിലെയും ഈ ഒരു ഘട്ടത്തിലെയും അലോട്ട്മെൻറ്റുകൾ റദ്ദ് ചെയ്യപ്പെടുന്നതാണ്. കൂടാതെ ഇവരുടെ ബന്ധപ്പെട്ട സ്ട്രീമിലെ എല്ലാ ഓപ്ഷനും ഡിലീറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് 2000 രൂപയാണ്. ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഈ ഒരു ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഫീസ് അടച്ചുകൊണ്ട്, അതായത് ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ലിങ്ക് വരും. അതിൽ നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് എത്രയാണോ പറയുന്നത് ആ ഒരു ഫീസ് അടച്ചുകൊണ്ട് 2000 രൂപയാണ് ജനറൽ കാറ്റഗറിക്ക് വരുന്നത്. അതുപോലെ തന്നെ ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഏകദേശം 500 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ഫീസ് വരുന്നത് അതിനനുസരിച്ച് ഫീസ് അടച്ച് നിങ്ങൾ പുതുതായിട്ട് ഓപ്ഷൻ നൽകുകയും അതുപോലെ തന്നെ ഓപ്ഷൻ കൺഫർമേഷനും പുനഃക്രമീകരിക്കലും അതുപോലെ തന്നെ റീഅറേഞ്ച് ചെയ്യലുമൊക്കെ ചെയ്യേണ്ടവർ അത് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഓഗസ്റ്റ് 28 താൽക്കാലിക അലോട്ട്മെൻറ്റും 29 അന്തിമ അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിക്കും. അപ്പോൾ പുതുതായിട്ട് കൂട്ടിച്ചേർത്ത എഞ്ചിനീയറിംഗ് കോളേജ് അതുപോലെ തന്നെ പുതുതായി കൂട്ടിച്ചേർത്ത ഫാർമസി കോളേജ് എന്നിവയുടെ ലിസ്റ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സിലേക്ക് പുതുതായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാത്തവരെയും ആർക്കിടെക്ചർ കോഴ്സിലേക്ക് കൺഫർമേഷനും പുനഃക്രമീകരണവും നടത്താത്തവരെയും ഈ ഒരു ഘട്ടത്തിലെ അലോട്ട്മെൻറ്റിൽ ഒരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് MBBS, BDS, എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി കോഴ്സുകളിലേക്ക് ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യുന്നവർ അവർ ആഗ്രഹിക്കുന്ന മുൻഗണനാ ക്രമത്തിൽ തന്നെയാണ് ഓപ്ഷനുകൾ ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകം ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.